കടപ്പുറത്ത് നീരാട്ടിന് കൊണ്ടുവന്ന് തിരിച്ച് ഞങ്ങൾ കുന്നത്ത് തറവാട്ടിൽ എത്തിക്കുന്ന വരെയുള്ള ചടങ്ങുകൾ മുഴുവൻ അമ്പാളി തറവാട്ടിൻ്റെ ഉത്തരവാദിത്തത്തിലാണ്. കടലുണ്ടി വാവുത്സവത്തോടനുബന്ധിച്ച പല ചടങ്ങുകൾക്കും പ്രധാന പങ്കുവഹിക്കുന്ന കടലുണ്ടിയിലെ തറവാടാണ് അമ്പാളി തറവാട്. സാമൂതിരിയുടെ സൈന്യത്തിൽ പ്രധാന പങ്കുണ്ടായിരുന്ന തറവാട് കൂടിയാണിത്. കടലുണ്ടി വാവുത്സവത്തോടനുബന്ധിച്ച് വാക്കടൂൽ നീരാട്ടിനെത്തുന്ന ഭഗവതിയും ജാതവനും പേടിയാട്ടുകുന്നിലേക്ക് എഴുന്നള്ളുമ്പോൾ കുന്നത്ത് വരെ എഴുന്നള്ളിപ്പിന് സംരക്ഷണമൊരുക്കേണ്ട ചുമതല അമ്പാളി തറവാട്ടുകാർക്കാണ്. പണ്ടുകാലത്ത് സൈനികർ ആയുധധാരികളായാണ് സംരക്ഷണമൊരുക്കിയിരുന്നതെങ്കിൽ ഇന്നും ആചാരങ്ങൾക്കും ചടങ്ങുകൾക്കും അനുസരിച്ച് ഭക്തിയോടെ അവരത് തുടർന്നു പോരുന്നു. എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് മനേഴി ഇല്ലത്തെ കൽപ്പനയ്ക്ക് ശേഷം വെളിച്ചപ്പാട് അമ്പാളി തറവാട്ട് കാരണവരോടും കൽപ്പന നടത്തുന്നു. പടകാളിപ്പാച്ചലിന് ശേഷം വെളിച്ചപ്പാട് പടകാളിപ്പാടത്തെത്തി കണ്ടം കലക്കി ഏറ്റിച്ചൊല്ലിക്കൊടുക്കുമ്പോൾ കൈപിടിച്ച കൂടെ അമ്പാളി തറവാട്ടുകാരനവരും ഉണ്ടാവണം എന്നാണ് ആചാരം. പടകാളിപ്പാടത്ത് വെച്ച് പടകാളിത്തല നടത്തുന്നത് ഇവരുടെ സൈനികരും ഇവർക്ക് ദക്ഷിണ നൽകേണ്ടത് അമ്പാളി തറവാട്ട് കാരണവരുമാണ്. വാവുത്സവത്തിന്റെ കുടിയേറ്റ സമയത്തും ജാതവൻ പുറപ്പെട്ട സമയത്തും മറ്റു പല ചടങ്ങുകൾക്കും തറവാട്ടംഗങ്ങളുടെയും കാരണവരുടെയും സാന്നിധ്യം ഉണ്ടാവേണ്ടതുണ്ട്. കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ചും പ്രധാന പങ്കുവഹിക്കുന്ന തറവാട് കൂടിയാണ് അമ്പാളി തറവാട്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് നേരെ മുൻപിലെ പ്രധാന ആൽത്തറ ഇവർക്ക് അവകാശപ്പെട്ടതാണ്. കടലുണ്ടി ലെവൽ ക്രോസിന് സമീപമായി അമ്പാളി തറവാടും അവരുടെ കാവും ഇന്നും തലയുയർത്തി നിൽക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.